നമസ്കാരം. ഇന്ന് കേരള സദ്യയിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതേ ടേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം പാനിന് മീഡിയമാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 200 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ഇഞ്ചിനൊക്കെ എടുത്ത് മാറ്റി ആറിയതിൻ്റെ ശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ച് സൈഡിൽ മാറ്റി വയ്ക്കാം. വീണ്ടും പാനിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 3 ഉണക്കമുളക്, കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് ഞാനൊരു 5-6 പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു നാരങ്ങ അളവിന് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ടീസ്പൂൺ പുളിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം വേണം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് വേണം ഇടാൻ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായംപൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം. വറുത്ത് പൊടിച്ച് വെച്ച ഇഞ്ചിനെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, പിന്നെ മധുരം പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇഞ്ചിപ്പുളിയുടെ കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലേക്ക് ഞാൻ ശരിയാക്കി എടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആറിയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ഗ്ലാസ് ജാറിൽ നമുക്ക് സൂക്ഷിക്കാം. കൂടുതൽ ദിവസം വേണമെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇഞ്ചിനെ വറക്കുമ്പോൾ കൂടുതൽ ഡാർക്കാക്കരുത്, ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. പിന്നെ ഇഞ്ചി വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഇഞ്ചി പുളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ മസാല ചേർക്കുന്നതിനെക്കാട്ടിലും മുന്നേ കുറച്ച് പുളിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം മസാല ചേർക്കുക. അപ്പോൾ മസാല കരിയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്